ഹലോ എല്ലാവർക്കും ഷജീസ് വ്ലോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഞാൻ ഷോർട്ടിൽ പറഞ്ഞ പോലെ ഇൻസൾട്ട് നമ്മളോട് ആരെങ്കിലുമൊക്കെ വന്ന് ചോദിക്കുകയാണ്, ഇൻസൾട്ടിനെ കുറിച്ച് എന്താണ് അഭിപ്രായം, ഒരാൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം, നമ്മൾ എന്ത് പറയും? നോർമലി ഒരു 95% ആൾക്കാരും പറയും ഇൻസൾട്ട് എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നല്ലേ. നമ്മൾ ആ ഇൻസൾട്ടിനെ നേരിടുന്ന, നമ്മൾ എങ്ങനെ അതിനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ ഇൻസൾട്ട് എന്ന് പറയുന്നത് വളരെ നല്ല ഒരു കാര്യമാണെന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു നല്ല കാര്യമായിട്ട് നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റും. എങ്ങനെയെന്നല്ലേ, നമ്മളിൽ മിക്കവാറും പേര് നമ്മൾ ആരിൽ നിന്നൊക്കെ ഇൻസൾട്ടഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ തളർന്നു പോവുമല്ലേ, നമുക്ക് ഒരുപാട് വിഷമാവുമല്ലേ, നമ്മളവിടെ സ്റ്റോപ്പ് ആവും, ശരിയല്ലേ? പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ഫോക്കസ് ചെയ്താൽ, കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഇൻസൾട്ടിനെ നമുക്ക് നമ്മുടെ ലൈഫിലെ ഏറ്റവും നല്ല മെച്ചപ്പെട്ട ഒരു കാര്യമാക്കി നമുക്ക് മാറ്റാൻ പറ്റും. ഒന്നാമതായിട്ട് ശരിക്കുള്ള ഇൻസൾട്ടിനെ നിങ്ങൾ തിരിച്ചറിയുക. ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇൻസൾട്ടായിട്ട് തോന്നിയാലും യഥാർത്ഥത്തിൽ അങ്ങനെ ആവണമെന്നില്ല, മനസ്സിലായോ? ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഏതെങ്കിലും ഒരു സ്വഭാവത്തെക്കുറിച്ച് ഒരാൾ നമ്മളോട് പറഞ്ഞു എന്നിരിക്കട്ടെ, അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. പക്ഷേ അത് മറ്റൊരാൾ നമ്മളോട് പറഞ്ഞത് അത് മാറ്റേണ്ട സ്വഭാവമായിരിക്കും, അതുകൊണ്ട് അവർ പറഞ്ഞു തന്നത് അല്ലേ. കാരണം അത് നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ നമ്മളൊരു കാർ വാങ്ങി, അല്ലെങ്കിൽ നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങി. അപ്പോൾ അവർ നമ്മളോട് പറയുകയാണ്, ഈ ബ്രാൻഡ് അത്ര പോരാ, ഇത് കൊള്ളത്തില്ല കേട്ടോ, ഇങ്ങനെ നമ്മളോട് വന്ന് പറയുകയാണെങ്കിൽ ആ പറഞ്ഞതിനെ തള്ളിക്കളയാനായിട്ട് നമുക്ക് കഴിയണം, മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്താണ് പറ്റുന്നത്? നമ്മൾ ഈ മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട് നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് അവിടെ ആർക്കാണ് ഒരു ലൂസ് ഉണ്ടാവുന്നത്? ആരാ പിന്നെ സ്ട്രഗിൾ ചെയ്യുന്നത്? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ തള്ളിക്കളയണം. ആ ഇൻസൾട്ടിനെ നമ്മൾ തള്ളിക്കളയാനായിട്ട് നമ്മൾ പഠിക്കണം. അതുകൊണ്ട് കാര്യമായിട്ടുള്ളതിനെ തിരിച്ചറിയാനും യഥാർത്ഥ ഇൻസൾട്ടിനെ തിരിച്ചറിഞ്ഞ് അതിനെ തള്ളിക്കളയാനും ഉള്ള ഒരു കരുത്ത് നിങ്ങൾ ആർജിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളെ ആരെങ്കിലുമൊക്കെ ഇൻസൾട്ട് ചെയ്താൽ ഇൻസൾട്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ തിരിച്ചറിയണം. യഥാർത്ഥത്തിൽ നമ്മുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് നമ്മളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരെ നമ്മൾ തിരിച്ചറിയണം. അതിനോടൊപ്പം തന്നെ നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടി വെറുതെ ഓരോന്ന് നമ്മളെ പറയുന്ന ആൾക്കാരെയും നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ രണ്ട് കൂട്ടരെയും ശരിക്കും നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഒരു അസറ്റ് എന്ന് പറയുന്നത്. ഈ ആൾക്കാരെ തിരിച്ചറിഞ്ഞാൽ തന്നെ അവിടുത്തെ വലിയ പ്രശ്നം അങ്ങോട്ട് കഴിഞ്ഞു. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആ ആൾക്കാർ പറയുന്നതിനോട് വില കൽപ്പിക്കാതെ നമുക്കിരിക്കാം. അപ്പോൾ പിന്നെ അവരുടെ വാക്കുകളും പ്രവൃത്തികളും ഒന്നും നമ്മളെ കാര്യമായിട്ട് ബാധിക്കത്തേയില്ല. മൂന്നാമത്തെയും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇൻസൾട്ടഡ് ആകുന്ന ആൾക്കാർ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, യഥാർത്ഥ പ്രശ്നം നമുക്കല്ല, ഈ ഇൻസൾട്ട് ചെയ്യുന്നവർക്കാണ് എന്നുള്ള ആ തിരിച്ചറിവ്. അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു അസംതൃപ്തിയാണ് അവർ നമ്മളോട് കാണിക്കുന്നത്, മനസ്സിലായോ? പറയുന്നത് ഒന്നുകിൽ നമ്മളോടുള്ള അസൂയായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സ്ഥാനം ഉറപ്പിക്കുന്നതായിരിക്കും. ഒരാൾ ഇൻസൾട്ടിലൂടെ നമ്മളെ താഴ്ത്തി കെട്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അവരെക്കാളും ഉയർന്ന രീതിയിലാണ്, അവരെക്കാളും മേലെയാണ് എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവരങ്ങനെ കാണിക്കുന്നത്. നമ്മളോട് പറയാതെ പറയുകയാണ് അത്, മനസ്സിലായി? അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ? അതിനെ ഒരു ഇൻസൾട്ട് ആയിട്ടല്ല, പകരം നമുക്കുള്ളൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് നമ്മൾ എടുക്കുക, മനസ്സിലായോ? നമ്മൾ അവരെക്കാളും മുകളിലാണ് എന്ന് അവർ ഇൻഡയറക്റ്റ്ലി അവരോട് തന്നെ പറയുന്നതാണ് നമ്മളെ ആ ഇൻസൾട്ട് ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പോൾ തീർച്ചയായിട്ടും അതൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് നിങ്ങൾ എടുക്കുക, മനസ്സിലായോ? ഈ ഒരു സത്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊന്നും, ആ ഇൻസൾട്ടിങ് ഒന്നും നിങ്ങളെ ബാധിക്കത്തേയില്ല. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇൻസൾട്ട് ചെയ്യുന്നവരോട് നമുക്കുള്ള മനോഭാവം എന്തായിരിക്കണം? ഒരു ഇൻസൾട്ട് നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. നമ്മുടെ മനസ്സിൽ നമ്മൾ അവർക്ക് കൊടുത്ത സ്ഥാനം. കാരണം വഴിയെ പോകുന്ന ആരെങ്കിലുമൊക്കെ നമ്മളെ എന്തെങ്കിലും പറഞ്ഞു, നമ്മളെ ഇൻസൾട്ട് ചെയ്താൽ നമുക്ക് വേദനിക്കുമോ? ഇല്ല അല്ലേ? കാരണം നമ്മുടെ മനസ്സിൽ അവർക്ക് സ്ഥാനമൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ നമുക്ക് മാനസികമായിട്ട് നമ്മളോട് അടുത്ത് നിൽക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴാണ് നമ്മളെ കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കാനുള്ളത്,
നമ്മളെ ഇൻസൾട്ട് ചെയ്യാനായിട്ട് വരുന്ന ആൾക്കാർക്ക് അവരെ അർഹിക്കുന്നതിനേക്കാളും ഒക്കെ അധികം സ്ഥാനം നമ്മൾ അവർക്ക് കൊടുത്തത് കൊണ്ടാണ് അവരെ അങ്ങനെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേദന അനുഭവപ്പെടുന്നത്. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുമായിട്ട് വലിയ ബന്ധമില്ലാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അവരിൽ നിന്നും പൂർണ്ണമായും നമ്മൾ അകലുക. ഇനി നമ്മുടെ അടുത്ത ബന്ധുക്കളോ മറ്റോ ആണെങ്കിൽ അവരിത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലായാൽ അവരെ നമ്മുടെ മനസ്സിൽ ഒരു പടി അകലത്തിൽ, ഒരല്പം അകലത്തിൽ നമ്മൾ അവരെ കീപ്പ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവൃത്തികളും വാക്കുകളും ഒന്നും നമ്മളെ പിന്നെ കാര്യമായിട്ട് ബാധിക്കില്ല. മനസ്സിലായോ? വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത്, അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ നമ്മൾ കംപ്ലീറ്റ്ലി മാറ്റുക എന്നുള്ളതാണ്. അവരുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ഒക്കെ നമ്മൾ അമിതമായിട്ട് പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് അവിടെ നമുക്ക് ആ ഒരു വേദന, നമ്മുടെ ഉള്ളിൽ ആ ഒരു വേദന ഇങ്ങനെ വരുന്നത്. മനസ്സിലായോ? പകരം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? അവരിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മുടെ സമയം വെറുതെ പാഴാക്കി കളയാതെ ആ സമയം നമ്മുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതങ്ങനെ ചെയ്യുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമായി നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ പ്രതികാരം ചെയ്യാനോ അവരോട് വാദപ്രതിവാദം നടത്താനോ ഒന്നും നമ്മൾ പോകാതിരിക്കുക. നമ്മുടെ പീസ് ഓഫ് മൈൻഡിനെ എഫക്റ്റ് ചെയ്യും, നമ്മളെ ബാധിക്കും അത്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരോട് നമ്മൾ ഒരിക്കലും ഒരു വാദപ്രതിവാദം നടത്താനോ എന്താ പറയാനാ പ്രൂവ് ചെയ്യാനോ അവരോട് തെളിയിച്ചു കൊടുക്കാനോ ഒന്നും നമ്മൾ പോകേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യുന്ന ആൾക്കാരെ അവരർഹിക്കുന്ന അവജ്ഞയോടെ തന്നെ അവരെ അവഗണിക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം. അതിന് തയ്യാറാവണം നിങ്ങൾ. അവരോട് ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ അതിനുള്ള വിശദീകരണം ചോദിച്ചോ പാഴാക്കി കളയാനുള്ളതല്ല നമ്മുടെ വിലപ്പെട്ട സമയം എന്ന് പറയുന്നത്. നമ്മളെ ഇൻസൾട്ട് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അവരോട് പ്രതികാരവും വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും ഒക്കെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അത് നമ്മളെ തന്നെ ഹർട്ട് ചെയ്യുക ചെയ്യുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് നമ്മുടെ വിലപ്പെട്ട സമയം, നമ്മുടെ വിലയേറിയ ജീവിതം ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ ലൈഫിനെ, വിലയേറിയ സമയത്തെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വെറുതെ സാക്രിഫൈസ് ചെയ്ത് കളയരുത്. അതുകൊണ്ട് തന്നെ നമ്മൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും നല്ല ആളുകളുമായിട്ട്, നല്ല പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മുടെ ലൈഫ് വളരെയധികം സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നിങ്ങളത് അപ്ലൈ ചെയ്യുക, ലൈഫിൽ അപ്ലൈ ചെയ്യുക. നമ്മൾ ഇൻസൾട്ട് ചെയ്യാൻ വരുന്നവർ അത് എങ്ങനെയുള്ള ആൾക്കാരാണ്, എന്താണ് നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്നതെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നിങ്ങളിത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കൂടി നിങ്ങൾ അറിയിക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് തീർച്ചയായും കാണാം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.